ഇത്തരത്തിലുള്ള നാറിയ കളികൾ കളിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൊറോണ വ്യാപനത്തിൽ പൊറുതിമുട്ടുന്ന ഗുജറാത്തിലെ പൊതുജനങ്ങൾക്ക് മുന്നിൽ 900 വ്യാജ വെന്റിലേറ്ററുകൾ കാണിച്ച് അവരെ കബളിപ്പിച്ച് ഗുജറാത്ത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വെന്റിലേറ്ററുകൾ നിർമ്മിച്ച് ലോകത്തിന് മുന്നിൽ പുതിയ വഴി വെട്ടിത്തുറന്നിരിക്കുകയാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വെറും പ്രശസ്തിക്ക് വേണ്ടി മാത്രം സംസാരിക്കാൻ നിങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ മോദിയും കൂട്ടരും പറയുന്ന ഗുജറാത്ത് മോഡൽ. സംഘിത്തള്ള് ദാ ഇവിടെ അവസാനിപ്പിക്കണം. വികസനം കാണിക്കാൻ രോഗികളുടെ ജീവൻ വെച്ച് നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഗുജറാത്ത് സർക്കാരിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുകയാണ് ഈ സംഭവം. ഗുജറാത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സർക്കാർ ആശുപത്രികളിൽ സ്ഥാപിച്ച വെന്റിലേറ്ററുകൾ വ്യാജമാണ് എന്ന പരാതികളാണ് ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. സ്വകാര്യ കമ്പനി സൗജന്യമായി നൽകിയ വെന്റിലേറ്ററുകൾ കാര്യക്ഷമമല്ല എന്ന് അഹമ്മദാബാദിലെ ഡോക്ടർമാരും പറയുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ COVID-19 കേസുകൾ സ്ഥിരീകരിച്ച രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇവിടെ മരണനിരക്കും കൂടുതലാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമല്ല എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ ഗുജറാത്തിലെ BJP സർക്കാർ തട്ടിപ്പിനും അഴിമതിക്കും കൂട്ടുനിൽക്കുകയാണ് എന്ന ആരോപണവും ഉയർന്നിരിക്കുന്നു. ഏപ്രിൽ 5-നാണ് രാജ്കോട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CNC എന്ന കമ്പനി 10 ദിവസം കൊണ്ട് കുറഞ്ഞ ചെലവിൽ വികസിപ്പിച്ചെടുത്ത വെന്റിലേറ്ററുകൾ ഗുജറാത്ത് മുഖ്യമന്ത്രി വിവിധ ആശുപത്രികളിൽ സ്ഥാപിച്ചത്. വെന്റിലേറ്ററുകളുടെ ക്ഷാമം ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇത് മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഗുജറാത്ത് എന്നീ പദ്ധതികളുടെ വലിയ വിജയമാണെന്നാണ് മുഖ്യമന്ത്രി വിജയ് രൂപാണി പറഞ്ഞത്. എന്നാൽ CNC കമ്പനി നൽകിയ വെന്റിലേറ്ററുകൾ ആർട്ടിഫിഷ്യൽ ബ്രീത്തിംഗ് യൂണിറ്റുകൾ മാത്രമാണ് എന്നും ഇതിനെ വെന്റിലേറ്ററുകളായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ. ഇതെല്ലാം വെറും തള്ളാണ് എന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം സംഭവത്തിൽ പ്രതികരിക്കാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്നാൽ തങ്ങൾ നൽകിയത് വെന്റിലേറ്റർ അല്ല എന്ന കാര്യം സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നാണ് CNC കമ്പനി ഉടമ അഹമ്മദാബാദ് മിററിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കൊട്ടിഘോഷിക്കപ്പെടുന്ന ഗുജറാത്ത് മോഡൽ ആരോഗ്യ മേഖലയിൽ വലിയ പരാജയമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ച മധ്യപ്രദേശിനേക്കാൾ മരണനിരക്ക് കൂടുതൽ ഗുജറാത്തിലാണ്. ഇത് ഗുജറാത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയ്ക്കെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.